പടം ബേസിക്കലി ആർട്ടിക്കിൾ 370 ഇല്ലേ, 370 അവർ എങ്ങനെ മാറ്റി അതിൽ പുറകെയുള്ള BJP നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണ്, അതെന്താണെന്നൊക്കെ പറഞ്ഞു. മൂവി വാസ് വെരി നൈസ്. നല്ല ഇതുണ്ടായിരുന്നു. അവർ റോ ആയിട്ടും പിന്നെ നമ്മൾ ഡിപ്ലോമസിയിൽ എന്തൊക്കെയാണ് അത് ഡീപ്പായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി ഫോർ എവറി വൺ. ഇല്ല, അവർ സ്റ്റാർട്ട് ടു എൻഡ് അവർ ത്രൂ ഔട്ട് ഗ്രിപ്പിംഗ് ആയിട്ടാണ് അവർ വെച്ചേക്കുന്നത്. എടുത്ത് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ അമിത് ഷാ മോദിയുടെ പെർഫോമൻസ്, അതല്ല പ്രിയാമണിന് ഔട്ട് ആൻഡ് ഔട്ട് ഒരു വെരി ഗുഡ് റോൾ കൊടുത്തിട്ടുണ്ട്. ആക്ടിങ് പ്രിയാമണി ഹാസ് നെയിൽഡ് ഇറ്റ്. യാമി ഗൗതം ബോളിവുഡിൽ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് അവർ കൊടുത്തേക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് വെരി ഗുഡ്. അടിപൊളി പടമായിരുന്നു. എല്ലാവരും മസ്റ്റ് വാച്ച് മൂവി. ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം, ഷുഡ് ലേൺ ഫ്രം ഇറ്റ്. യാമി ഗൗതം അടിപൊളിയായിരുന്നു. പ്രിയാമണി ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാം മൂവി വാസ് എ വെരി ഗുഡ് മൂവി, ലൈക്ക് 5 on 5. എടുത്തു പറയാൻ അവർ എന്താ പറയുക, മൂവി അധികം വലിച്ചിട്ടില്ല. എങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ആ സമയത്ത് കണ്ടത് ന്യൂസിലൊക്കെ, അതേപോലെ അവർ എക്സാക്ട് സാധനം നമുക്ക് കാണിച്ചു തന്നു. കുറേ നമുക്കറിയാത്ത സ്റ്റോറീസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഡിറക്ഷൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്, വെരി ഗുഡ്. യാമി ഗൗതം പ്രിയാമണി വാസ് ദി മെയിൻ ലീഡ് റോൾ. യാമി ഗൗതം ആയിരുന്നു മെയിൻ, പ്രിയാമണിയും ഈക്വലി എക്സൽ ചെയ്തിട്ടുണ്ട്. വിവാദം ആക്കണമെങ്കിൽ ആൾക്കാർക്കുണ്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ അങ്ങനെ ആക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ല, നോട്ട് അറ്റ് ഓൾ. 100% കൊടുത്ത പൈസന് കൂടുതൽ മുതലായി പറയാം. ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളുടെ ആ സമയത്ത് ചിലവർ ന്യൂസ് അത്രയും കാണാതെ അവർക്ക് അറിയില്ലായിരിക്കും, പക്ഷെ അല്ലാതെ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് കുറേ മനസ്സിലാക്കാം. ഇല്ല, നല്ല സിനിമ, കണ്ടിരിക്കേണ്ട സിനിമ. നല്ല സിനിമ, നല്ല എല്ലാവരും കണ്ടിരിക്കണം. നമ്മുടെ രാജ്യത്തിനോട് സ്നേഹമുള്ളവരെല്ലാം ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമ. എടുത്തു പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വിവാദമായിട്ടുള്ള ഒന്നുമില്ല. നല്ലതായിട്ട് എടുത്തു. ഒന്നുമില്ല. നല്ല